ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷകളിൽ SITയോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. ജാമ്യാപേക്ഷ ക്രിസ്മസ് അവധിക്ക് ശേഷം കോടതി പരിഗണിക്കും. സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, കുറച്ചുകൂടി കാര്യങ്ങൾ അനാവൃതമാകുന്നുണ്ട്. ഗോവർദ്ധൻ കേവലം ഒരു റൊദ്ധം ജ്വല്ലറി ആള് മാത്രമല്ല, പോറ്റി കേവലം ഒരു കീശാന്തി മാത്രമല്ല, അങ്ങനെ ഞെട്ടിക്കുന്ന പല വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇയാളുടെ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. വിഷ്ണു, ഹാഷ്മി, ഈ കേസിലെ 10ാം പ്രതിയാണ് ഗോവർദ്ധൻ. ഗോവർദ്ധൻ ഇന്നലെ നൽകിയ ജാമ്യ ഹർജിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഇങ്ങനെയാണ്: 2019 മുമ്പായി 84 ലക്ഷം രൂപ ശബരിമലയിൽ ഇത്തരത്തിൽ സംഭാവനയായി നൽകിയിട്ടുണ്ട്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തനിക്ക് 400 ഗ്രാമോളം സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഇത് പിന്നീടാണ് ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് താൻ അറിയുന്നത്. ആ ഘട്ടത്തിൽ 10 ലക്ഷം രൂപയുടെ സ്വർണവും അതോടൊപ്പം തന്നെ 10 പവൻ സ്വർണവും ഈ ശബരിമലയുടെ ഭാഗമായി കൈമാറിയിട്ടുണ്ട്. തട്ടിപ്പിനാണ് തന്റെ ലക്ഷ്യമെങ്കിൽ ഇത്തരത്തിൽ ഈ പണം കൈമാറേണ്ടതില്ലല്ലോ. 1.5 കോടിയോളം രൂപ ഇതുമായി ബന്ധപ്പെട്ട് താൻ ശബരിമലക്ക് കൈമാറിയിട്ടുണ്ട് തുടങ്ങിയ ഗുരുതരമായ കാര്യങ്ങളൊക്കെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പണമൊക്കെ ആർക്കാണ് ലഭിച്ചത്, ആ മാല ആർക്കാണ് കൈപ്പറ്റിയത്, എന്തുകൊണ്ട് അത് രേഖപ്പെടുത്തിയിട്ടുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിൽ നിലവിൽ SITയോട് കോടതി മറുപടി തേടിയിരിക്കുകയാണ്. അതിനുശേഷം 30-ാം തീയതി ആയിരിക്കും ഗോവർദ്ധന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. അത് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചായിരിക്കും ജാമ്യ ഹർജി പരിഗണിക്കുക എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഇതേ കേസിലെ ഒരു പ്രതിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് അന്വേഷണ സംഘത്തിൽ അതൃപ്തി കോടതി രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ആ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് SITയെ സംബന്ധിച്ചും ഏറെ നിർണായകമായ ഒരു ദിവസമായിരിക്കും. ഹാഷ്മി, ഓക്കെ, ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിലേക്ക് വരികയാണ്. ഈ പറയുന്ന രീതിയിൽ കേവലം അവിടെ നിന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയ സ്വർണം ഗോവർദ്ധന് വിറ്റു. ഗോവർദ്ധന് വിറ്റ പൈസ ഗോവർദ്ധൻ കൊടുത്തു. എന്തോ പ്രായശ്ചിത്തമായിട്ടൊരു മാല കൂടെ അവിടെ സമർപ്പിച്ചു. അത് അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോയ സ്വർണ്ണത്തിന് പ്രായശ്ചിത്തമായിട്ട് ഒരു മാല അവിടെ സമർപ്പിച്ചു. തൊണ്ടി മുതൽ പിടിച്ചെടുത്തു. കേസ് തീർന്നു എന്ന മട്ടിലല്ല കാര്യങ്ങൾ. അതിനപ്പുറം ആൾക്കാരുണ്ട്, കണ്ണികളുണ്ട്. മണിയിലേക്ക് അന്വേഷണം പോവുകയാണ്. ഇത് കടൽ കടന്നോ എന്ന അന്വേഷണം പോവുകയാണ്. ഒന്നല്ല, ഇപ്പം നേരത്തെ സുഭാഷ് കപൂർ മോഡൽ പറയുന്നതിന് മുമ്പും ഇടയ്ക്കൊരിടക്കാല ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നുണ്ട്, ദ്വാരപാലക പാളികളല്ല, ദ്വാരപാലകരെ തന്നെ കൺസിഡറബിളി മോണിറ്ററി ബെനിഫിറ്റിന് ആർക്കെങ്കിലും വിറ്റോ എന്ന് അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞതാണ്. അപ്പോൾ കോടതി ഒന്നും കാണാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.